എല്ലാവർക്കും നമസ്കാരം. ടെക് പി എസ് സിയുടെ ഓൺലൈൻ വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഓൺലൈൻ ലെക്ചർ സെഷനിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത് 20 meter at 30 degrees Celsius is heated up to 40 degrees Celsius. What is the temperature stress developed if the expansion is prevented? Given alpha is equal to 12 into 10 power minus 6 per degree Celsius, E is equal to 2 into 10 power 5 Newton per mm square. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് 20 മീറ്ററാണ്. ആ 20 മീറ്റർ 30 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതിനെ ചൂടാക്കി 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ സ്ട്രെസ്സ് എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ്. സോ നമ്മൾ നമ്മുടെ പ്രീവിയസ് ലെക്ചേഴ്സിൽ പറഞ്ഞിരുന്നു, ടെമ്പറേച്ചർ സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ ഇഫ് ദ എക്സ്പാൻഷൻ ഇസ് പ്രിവെൻറ്റഡ് എക്സ്പാൻഷൻ ആണെങ്കിൽ തെർമൽ സ്ട്രെസ് ഇസ് സിഗ്മ ഇസ് ഈക്വൽ ടു ആൽഫ ടി ഇ. സോ നമ്മൾ ഡയറക്റ്റ്ലി ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു 12 into 10 power minus 6 കൊടുക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ടി എന്ന് പറയുന്നത്. സോ 30 നിന്ന് 40 ആയി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 - 30 10 ഡിഗ്രി സെൽഷ്യസ്. So 10 into Young's modulus is 2 into 10 power 5. So answer is 24 Newton per mm square. Answer B is correct. Okay. Adutha question. If K is the bulk modulus, E is the Young's modulus and N is the shear modulus, then which is the relation to find out Poisson's ratio 1/n? So നമുക്ക് ഓൾറെഡി അറിയാം 4 ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി മോഡുലസസ്. സോ ഈ കേസിൽ നമുക്ക് വേണ്ടത് പോയ്സൺസ് റേഷ്യോൻ്റെ ഫോർമുലയാണ് ഇൻ ടേംസ് ഓഫ് ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കറിയാം നാലാമത്തെ ദിസ് വൺ ഇവിടെ n ആണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ജിക്ക് പകരം. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇസ് ബി 3k - 2n by 6k plus 2n. സോ 3k - 2g ആണ്, അതിന് പകരം അവിടെ n ആക്കി എന്ന് മാത്രം. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ. ദ ഡയഗ്രാം വിത്ത് ഡയറക്റ്റ് സ്ട്രെസ് എലോങ് x ആക്സിസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് എലോങ് y ആക്സിസ്. ഇപ്പം നമുക്ക് വരച്ച് നോക്കിയാൽ തന്നെ ഡയറക്റ്റ് സ്ട്രെസ് എലോങ് x ആക്സിസ് സിഗ്മ ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് എലോങ് വൈ ആക്സിസ്. ഇങ്ങനെ വരുന്ന ഡയഗ്രാം എന്തായിരിക്കും? അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുമ്പുള്ള ലെക്ചേഴ്സ് അറിയാമെങ്കിൽ ദിസ് വിൽ ബി വെരി ഈസി. എന്താണത്? മോർ സർക്കിളാണ്. കാരണം ഇവിടെ ഈ ഒരു ഡയഗ്രത്തിന് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എന്നും ഇതിനെ മോർ സർക്കിൾ ഡയഗ്രാം എന്നും പറയണം. ഇവിടെ എക്സ് ആക്സിൽ സിഗ്മ എക്സ്, ഇവിടെ സിഗ്മ വൈ. ഇങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ 90 ഡിഗ്രി കൂടി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോർ സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമൽ സ്ട്രെസ് സിഗ്മ എക്സും സിഗ്മ വൈയും എല്ലാം എക്സ് ആക്സിസിലേക്കാവും. ഷിയർ സ്ട്രെസ് മാത്രം നമുക്ക് വൈ ആക്സിസിലേക്കായിരിക്കും. ഓക്കെ, സോ ആൻസർ ഈസ് മോർ സർക്കിൾ. ആൻസർ എ, മോർ സർക്കിൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ കാൻറ്റിലിവർ ബീം ഓഫ് ലെങ്ത് L, ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇസ് റെക്ടാങ്കിൾ ഓഫ് സൈസ് P into L. ദെൻ വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ്. ഇപ്പോൾ ഒരു കാൻറ്റിലിവർ ബീം ആണ്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. സോ എന്ത് ടൈപ്പ് ഫോഴ്സാണ് അതിൽ ആക്ട് ചെയ്യുന്നത് എന്ന് അറിയില്ല നമുക്ക്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? നമുക്ക് കിട്ടുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്, P into L. സോ റെക്റ്റാങ്കിളായിട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം?
ബേസിക്കലി റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ലോഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതായിരിക്കും. ദിസ് ഇസ് പി ഇൻറ്റു എൽ എന്ന് പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ കിട്ടണം അല്ലേ. സോ അങ്ങനെ വരണമെങ്കിൽ ആൻസർ ഷുഡ് ബി എന്തായിരിക്കും? ഇവിടെ ലോഡ് അറ്റ് ദി ഫൈനൽ എൻഡ് ആണെങ്കിൽ കിട്ടും. സോ ദ ബെൻഡിങ് മൊമെൻറ്റ്, ഈ കേസിൽ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും? സി ഇവിടെ നമുക്ക് ആദ്യത്തെ കേസിൽ പി ഇൻറ്റു എൽ, ദിസ് ഇസ് ഇതിൻ്റെ മൊത്തം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എൽ ആണ്. ആൻഡ് ഇതിൻ്റെയോ ഡബ്ല്യു ഇൻറ്റു എൽ അല്ലെങ്കിൽ പി ഇൻറ്റു എൽ, പി എൽ. ഓക്കെ, സോ ആൻസർ ഇസ് സി, പി ഇൻറ്റു എൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ മെറ്റീരിയൽ is subjected to external force, stress is induced outside the material, only at surface, at their corner, inside the material. സോ നമ്മൾ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ യു വിൽ നോ ദാറ്റ് ഇവിടെ സ്ട്രെസ് പി എന്നുള്ളൊരു ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഏരിയ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയുന്നത് പ്രഷറാണ്. എന്നാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ്, ഓക്കെ, അതായത് നമുക്ക് ജനറലി നമ്മുടെ ഫിസിക്കലി ആലോചിക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് അല്ലേ, ഇൻസൈഡാണ്. സോ ആൻസർ ഇസ് ഡി, ഇൻസൈഡ് ദ മെറ്റീരിയൽ. Sixth question. Ability of a material to absorb energy within the elastic range. So elastic റേഞ്ചിൻ്റെ ഉള്ളിൽ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്നത് ടഫ്നെസ് ആണോ? അല്ല. ഇലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്, ഇതൊന്നുമല്ല. അബ്സോർബ് എനർജി, എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും അത്രത്തോളം റെസിലിയൻ്റ് ആണ് ആ ഒബ്ജക്റ്റ്. ഓക്കെ, so answer is D, resilience. Next question. Hooke's law holds up to yield point, elastic limit, plastic limit, breaking point. So Hooke's law എന്ന് പറഞ്ഞാൽ, Hooke's law എന്തായിരുന്നു? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നതായിരുന്നു Hooke's law. ആൻഡ് ആ Hooke's lawന് തന്നെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഇൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. Okay, so answer is B, elastic limit. The Poisson's ratio of a material is 0.3 and Young's modulus is 200 gigapascal. Its rigidity modulus is, so നമുക്ക് mu തന്നിട്ടുണ്ട്, അതായത് Poisson's ratio 0.3, Young's modulus എന്ന് പറഞ്ഞാൽ E 200 gigapascal. നമുക്ക് വേണ്ട റിജിഡിറ്റി മോഡുലസ് G ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് അറിയാം. mu is given, E is given, so we know that E is equal to 2G into 1 plus mu. ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get the value of G as 77 gigapascal. So the answer is A, 77 gigapascal. Somewhat 76.77 ആ ഒരു റേഞ്ചിലാണ് വരിക. സോ approximately 77 gigapascal. Next is very simple. Ratio of stress to strain is എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്? ഇൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് മീൻസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് കോൾഡ് ആസ് modulus of elasticity. Okay, yes, answer is D, modulus of elasticity. Now final question. The point of contraflexure is the point where shear force is 0, the bending moment is 0, beam is supported, bending changes its sign. So point of contraflexure എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ
ബെൻഡിങ് മൊമെൻറ്റ് 0 ആകുന്ന പോയിൻ്റ്, ഓക്കെ, അതിനെ നമുക്ക് കോൺട്രാഫ്ലെക്സർ എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഷിയർ ബെൻഡിങ് മൊമെൻറ്റ് 0 എന്ന് പറയുന്ന ബി ആണോ ശരി? ഒരിക്കലുമല്ല. കാരണം എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് 0 ആകുന്ന ഈ പോയിന്റിലും ഈ പോയിന്റ് കൂടിയുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഇതും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ആണ് എന്ന്. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് ഇത് നെഗറ്റീവ് ആകുന്നു, അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓഫ് കോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി 0. The bending changes its sign. So thank you. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവേത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.